നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് മാത്രോ, വാടക നേർപകുതിയാക്കി തരാമെന്നും പറഞ്ഞു. 4 പകരം 2 ലക്ഷം. ഡേറ്റ് കഴിയുന്നതും വേഗം പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. ഏതായാലും ഒരു അഡ്വാൻസ് കൊടുത്ത് ഞാനതങ്ങ് ബുക്ക് ചെയ്ത് വെച്ചേക്കാം. അല്ല, എന്തിനാ അത്രയും വലിയ ആർഭാടമൊക്കെ? ദേവീക്ഷേത്രത്തിലെ മണ്ഡപത്തിനാവുമ്പോ 5000 കൊടുത്താൽ മതി. അത് മാത്രോ, ഭഗവതിയുടെ സന്നിധിയിൽ വെച്ച് കല്യാണം നടത്തുമ്പോ ഒരു അനുഗ്രഹമല്ലേ? അച്ഛന്റെ പരിചയക്കാരൻ പകുതി വാടകയ്ക്ക് ഹാള് തരാന്ന് പറയുമ്പോ അതെടുക്കുന്നതല്ലേ ഹരിചേട്ടാ നല്ലത്? പിന്നെന്താ, കല്യാണം കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ പോയി ദർശനം നടത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങാലോ. അതല്ലേ നല്ലത്? നമ്മൾ തമ്മിൽ സംസാരിച്ചതും അങ്ങനെയല്ലേ? അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത് തന്നെയാ നല്ലത്. എന്റെ ആഗ്രഹം അതാ. മണ്ഡപം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം മനസ്സിനെടുത്ത് കളഞ്ഞേ ഉള്ളൂ. ഇതിപ്പോ നന്നായില്ലേ അങ്കിളെ? അതിന് പറഞ്ഞതാ കറക്റ്റ്. കല്യാണം മണ്ഡപത്തിൽ വെച്ച് തന്നെ നടത്താം. അച്ഛാ, കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇനി സദ്യയുടെ കാര്യത്തിൽ പിടിപിടിച്ച് നോക്കാം. അതേ വഴിയുള്ളൂ. ശേര, നല്ലൊരു കാറ്ററിംഗ് സർവീസുകാരെ ആതിര നെറ്റിൽ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവളുടെ കൂട്ടുകാരി പ്രിയയും അത് ശരിവെച്ചു. പ്രിയയുടെ അച്ഛൻ, ആ ബാങ്ക് മാനേജരെ, അവരുടെ ഒരു ഫംഗ്ഷന് ഇവരെയാണ് അത്ര ഏൽപ്പിച്ചത്. നല്ല ഫുഡും നല്ല സർവീസുമാണെന്ന്. അവരെ തന്നെ ഏൽപ്പിക്കാം സദ്യയുടെ കാര്യം എന്നാ മോള് പറയുന്നത്. മാത്രവുമല്ല, പ്രിയയുടെ അച്ഛൻ അത് റെക്കമെൻഡ് ചെയ്യാന്നും പറഞ്ഞു. 1 ഇലയ്ക്ക് 600 രൂപയോ മറ്റോ ആവുമെന്നാ പറഞ്ഞത്.